HMPV വൈറസ് ചൈനയിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇന്ത്യയിലും അത് വരാൻ സാധ്യതയുണ്ട്. കേരളത്തിലൊക്കെ സർക്കാർ രഹസ്യമായിട്ടൊക്കെ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് റിപ്പോർട്ടർ ചാനലിലൊരു ന്യൂസ് കണ്ടു. ബാംഗ്ലൂരിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു കുഞ്ഞിന് HMPV വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടക്കുന്ന അതിൻ്റെ ഒരു വശം. എന്നാൽ ഇത് ചൈനയിലോട്ട് പോയി കഴിഞ്ഞാലോ, ചൈനയിൽ താമസിക്കുന്ന മലയാളികളൊക്കെ പറയുന്നത്, അവരുടെ പല വീഡിയോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നു. ഇവിടെ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മുന്നറിയിപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണമെന്നുള്ളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടില്ല ഇതുവരെയും. അപ്പോൾ അങ്ങനെ ഒരു വൈറസ് അങ്ങനെ വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ളതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ ചൈനീസ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ ചൈനയിലാരും മാസ്ക് വയ്ക്കുക അതുപോലുള്ള ആ വൈറസിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുത്തു തുടങ്ങിയിട്ടില്ല. കാരണം അവർ സാധാരണ പോലെ ദൈനംദിന കാര്യങ്ങളൊക്കെ നോക്കി അടിച്ചു പൊളിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. അവരറിഞ്ഞിട്ടില്ല, ചൈനക്കാരറിഞ്ഞിട്ടില്ലെന്നാണ് പല വീഡിയോസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ചോദിക്കുന്നവർക്ക് ഞാൻ ആ വീഡിയോസൊക്കെ അയച്ചു തരാം. അല്ലാതെ അതിൻ്റെ ധാരാളം വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോക്കിംഗ് ന്യൂസ് പോലെ ഞാൻ കണ്ടത്. ആ സംഭവം കൊള്ളായിരുന്നു. ആരും ഇപ്പോൾ ചൈനയിലോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പേടിച്ചു സംഭവം. വൈറസ് ബാധിച്ചു, വൈറസിന് സ്ഥിരീകരിച്ചു. പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് വൈറസിൻ്റെ സംഭവമില്ല. അവിടെ ചൈനയിലെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ന്യൂ ഇയർ ആഘോഷം, അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ ജനങ്ങൾ അതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ റൂമുകളൊന്നും കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ചൈനയിലോട്ടൊന്നും ഇപ്പോഴും പോകാതിരിക്കുന്നത് നല്ലത് എന്നുള്ള രീതിയിലൊക്കെ അവിടെ നിന്ന് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ആ പുള്ളിക്കാരൻ കൊടുത്തത്. അപ്പോൾ ചൈനക്കാരറിഞ്ഞിട്ടില്ലാത്ത ഒരു സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിന് ഇങ്ങനെ കുത്തിപ്പൊക്കി ഇങ്ങനെ ഭയങ്കര ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു? നിങ്ങൾ വാർത്താ ദാരിദ്ര്യമാണോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ളവരുടെയൊക്കെ പിന്നാലെ നടന്ന് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് പോരാഞ്ഞിട്ട് ഇനി ഈ ആൾക്കാരെ കൂടെ പേടിപ്പിച്ച് അവരെ ഒന്ന് പാനിക്കാക്കി അതിൽ നിന്ന് നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്നാണ് ഇങ്ങനത്തെ വാർത്തകൾ കിട്ടുന്നത്? അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഒരു പടച്ചുവിടുകയാണ്. ഒരു എന്ത് പറയുക, അത് പണ്ടൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തു പറയാം, ഈ വിഴുങ്ങുന്ന മുൻപിൻ നോക്കാതെ വിഴുങ്ങുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു, ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി. സാധാരണക്കാരനും ഈ വാർത്തകളും വിവരങ്ങളും ഒക്കെ കിട്ടുന്ന പല സോഴ്സുകളും പല മാധ്യമങ്ങളും ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പേടിപ്പിച്ച് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടി നിങ്ങൾ നമ്പർ 1 ആണെന്ന് കാണിക്കുന്നതിനേക്കാളും സത്യസന്ധമായ വാർത്ത കൊടുക്കൂ. സത്യസന്ധമായ വാർത്ത കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യൂവർഷിപ്പും നിങ്ങളുടെ വിശ്വാസ്യതയും വർദ്ധിപ്പിക്കും. അതിന് ഈ ഇത്തരം തരംതാണ പണികളിലോട്ടൊക്കെ പോകുന്നത് എന്തിനാണ്?